10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബയോളജിയിലെ അവസാനത്തെ ചാപ്റ്ററായ അവർ എൻവയൺമെൻറ്റ് നോക്കാം. ഈ ചാപ്റ്റർ വളരെ ലളിതമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് എങ്കിൽ കൂടിയും ധാരാളം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എൻവയൺമെൻറ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. എന്താണ് എൻവയൺമെൻറ്റ്? ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ, ഏതൊരു ജീവനുള്ള വസ്തുവും ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ആ എൻവയൺമെൻറ്റിൽ ഈ ലിവിങ് ഓർഗാനിസംസ്, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, അതല്ലെങ്കിൽ മറ്റ് ജന്തുക്കളെ എല്ലാവരും, ഹ്യൂമൻ ബീയിങ്സ്, ഇവരെല്ലാം പരസ്പരം യോജിച്ചാണ് ജീവിക്കുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ജീവനുള്ള വസ്തുക്കൾ തമ്മിൽ മാത്രമല്ല ആ ഒരു ഇൻ്ററാക്ഷൻ ഉള്ളത്, ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ടും ആ ഒരു ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എൻവയൺമെൻറ്റിലെ ഒരു ഏരിയയിൽ ഈ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും പരസ്പരം ഇൻറ്ററാക്ട് ചെയ്ത് ജീവിക്കുന്നതിനെയാണ് നമ്മളൊരു ഇക്കോസിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പലതരത്തിൽ ഉണ്ടാവാം. ചിലത് നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് ആണ്. നമുക്ക് ചുറ്റും ഒത്തിരി നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില എക്സാമ്പിൾസ് പറയാമോ? ഫോറസ്റ്റ്, പോണ്ട്, ലേക്ക്, ഡെസേർട്ട്, അതായത് കാട്, കുളം. ലേക്ക് എന്ന് പറയുമ്പോൾ എന്താ? കായൽ. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ മരുഭൂമി. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സവാന, അങ്ങനെയുള്ള തുൻഡ്ര, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്രാസ് ലാൻഡ്, അങ്ങനെയുള്ള എല്ലാം ഇതിനകത്ത് വരുന്ന നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് ആണ്. ചില ഇക്കോസിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം എന്ന് പറയും. അവിടെ നമുക്കൊരു ഗാർഡൻ ഒരു ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റമാണ്. പക്ഷെ അതിനെയും നമ്മളൊരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നു. കാരണം അവിടെ പലതരം ജീവികളുണ്ട് അല്ലേ? ഇവിടെ മൈക്രോ ഓർഗാനിസംസ് തുടങ്ങി ബേർഡ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, മേ ബി ചെറിയ ആനിമൽസ് ലൈക്ക് പട്ടി, പൂച്ചയൊക്കെ അവിടെ ഉണ്ടാവാം. അവരെല്ലാം പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ നോൺ ലിവിങ് എൻവയൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇക്കോസിസ്റ്റം എന്ന് പറയാം. മറ്റൊരു ഇക്കോസിസ്റ്റമാണ് ക്രോപ്പ് ഫീൽഡ്. ക്രോപ്പ് ഫീൽഡിലും പ്ലാന്റ്സിന് ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ജീവജാലങ്ങൾ പ്ലാന്റ്സിനെ ആശ്രയിച്ച് അവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് അക്വേറിയം. ഈ പോണ്ടിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് അല്ലേ അക്വേറിയം. അത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ ഇക്കോസിസ്റ്റം നാച്ചുറലും ആകാം, ആർട്ടിഫിഷ്യലും ആകാം. ഇനി ഏതൊരു ഇക്കോസിസ്റ്റം എടുത്താലും അതിന് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പോണൻസ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് കോമ്പോണൻസ് ആണ്. എബയോട്ടിക് എന്ന് പറഞ്ഞാലോ നോൺ ലിവിങ് കോമ്പോണൻസ് ആണ്. അപ്പം നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ സാധാരണമായിട്ട് നമ്മളിപ്പോൾ കുട്ടികളോട് ക്ലാസ്സിൽ ചോദിച്ചാൽ പറയുന്നത് ചെയർ, ടേബിൾ, അതൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള വസ്തുക്കളാണ്. നമ്മളിവിടെ നോൺ ലിവിങ് കോമ്പോണൻസ് ഓഫ് എൻവയൺമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ടേബിളും ചെയറുന്ന എൻവയൺമെൻറ്റിൻ്റെ ഭാഗമല്ല. അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ വരുത്തരുത്. അതിൻ്റെ ആൻസർ എന്താണ്? ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, സോയിൽ, മോയ്സ്ചർ കണ്ടന്റ്, ലൈറ്റ്, ഇതെല്ലാമാണ് എന്ത്? നമ്മുടെ എബയോട്ടിക് കോമ്പോണൻസ്. ഇതിനെല്ലാം ആശ്രയിച്ചല്ലേ നമ്മളും ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്ന ജീവിക്കുന്ന ഒരു ഏരിയയാണ് പറയുന്നത് ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റം കംപ്ലീറ്റ് ആകണമെങ്കിൽ അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വേണം. ഏതൊരു ഇക്കോസിസ്റ്റവും നിലനിൽക്കണമെങ്കിൽ പ്രധാനമായിട്ട് അതിലൊരു ഫുഡിന് സോഴ്സ് വേണം അല്ലേ? അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളത് ആര് മാത്രമാണ്? ഗ്രീൻ പ്ലാന്റ്സും ചില ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ബാക്കിയുള്ള ഓർഗാനിസത്തിനൊന്നും തന്നെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയും? പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതെ ഒരു ഇക്കോസിസ്റ്റത്തിന് നിലനിൽക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുണ്ട് അല്ലേ? അവരെ നമ്മൾ ഒന്നിച്ചു പറയുന്ന പേരാണ് എന്ത്? കൺസ്യൂമേഴ്സ്. ഈ കൺസ്യൂമേഴ്സ് പല വിധത്തിലുണ്ട്. നേരിട്ട് പ്ലാന്റ്സിനെ, പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? അവരാണ് ഹെർബിവോർസ് അല്ലേ? ഈ ഹെർബിവോർസിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കാം. അതേസമയം ഈ ഹെർബിവോർസിനെ കഴിക്കുന്ന ആനിമൽസ് ഉണ്ട്, അവരെ നമ്മൾ എന്ത് വിളിക്കും? കാർണിവോർസ്. കാർണിവോർസ് സെക്കൻഡറി, ടെർഷറി ലെവലിലൊക്കെ വരാം. കാരണം അവ പല ഘട്ടങ്ങളിലുണ്ട്. അതായത് ചെറിയ ആനിമൽസും ഉണ്ട്, വലിയ ടോപ്പ് കാർണിവേഴ്സിലേക്ക് സിംഹം, കടുവയൊക്കെ ഉണ്ട് അല്ലേ? അവരൊക്കെ ടോപ്പ് കാർണിവേഴ്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഇത് മുന്നോട്ട് പോകുന്നു. ഇനി ഈ ആനിമൽസിലെ അല്ലെങ്കിൽ ഈ പ്ലാന്റൊക്കെ നശിച്ചു കഴിഞ്ഞാൽ, ചത്തുപോയാൽ എന്ത് സംഭവിക്കും? അത് മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ്. അതെങ്ങനെയാണ് മണ്ണിലേക്ക് പോകുന്നത്? മൈക്രോ ഓർഗാനിസംസ് അഥവാ ഡീകമ്പോസേഴ്സ് അവയെ വിഘടിച്ച് ഈ അവരുടെ ശരീരത്തിലുള്ള എല്ലാ എലമെന്റ്സും കമ്പൗണ്ട്സും എല്ലാം തിരിച്ച് പ്രകൃതിയിലേക്ക് തന്നെ വിടുന്നു. അത് വീണ്ടും സൈക്കിൾ ചെയ്ത് മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു ന്യൂട്രിയൻ സൈക്ലിങ്ങും നമ്മുടെ എൻവയൺമെന്റിൽ നടക്കുന്നുള്ളത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടെ
പൈൽ ഓഫ് ഡെഡ് ബോഡീസ് എല്ലാം കിടക്കും അല്ലേ, ഒന്നും നശിക്കുന്നില്ല, എല്ലാം അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എല്ലാം ഈ ഡീകമ്പോസേഴ്സ് ആണ് നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഒരു ചെയിൻ ഓഫ് ആനിമൽസ് ഉണ്ട് അല്ലേ, ഒന്ന് മറ്റൊന്നിനെ കഴിക്കുന്ന ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ നോക്കിയാൽ അതിനെ നമ്മൾ ഫുഡ് ചെയിൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു ബേസിക് ഫുഡ് ചെയിനും അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കാം. കുറച്ച് ഫുഡ് ചെയിൻസിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് ടെറസ്ട്രിയലും അക്വാട്ടിക്കും. ഫോറസ്റ്റ് എടുത്ത് നോക്കൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, പ്ലാന്റ്, റാബിറ്റ്, ടൈഗർ അല്ലേ. അതേസമയം നമ്മളൊരു അക്വാട്ടിക് പറഞ്ഞു നോക്കിയാലോ, മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ കഴിക്കുന്ന ആരാണ്? സൂ പ്ലാങ്ക്ടൺസ്, മൈക്രോസ്കോപ്പിക് ആനിമൽസ്. സൂ പ്ലാങ്ക്ടൺസിനെ ചെറിയ ഫിഷ് കഴിക്കും, ചെറിയ ഫിഷിനെ വലിയ ഫിഷ്, ബിഗ് ഫിഷ് വെച്ച് നിങ്ങൾക്ക് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ബേർഡും കൂടെ ആഡ് ചെയ്യാം. ഈ ലേക്കൊക്കെ വിസിറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഈ ഫിഷിനെ കഴിക്കില്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടാം. ഇനി നമ്മൾ ഗ്രാസ് ലാൻഡിലേക്ക് പോയാൽ അവിടുത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക് ആൻഡ് ഹോക്ക്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫുഡ് ചെയിനിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ പല ലെവൽസ് ഉണ്ട് അല്ലേ. ഗ്രാസ് ഒരു ലെവല്, അതിനടുത്ത ലെവല് ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗിന്റെ സമാനമായിട്ടുള്ള ആനിമൽസ്. ഫ്രോഗിന്റെ മുകളിലുള്ള ആനിമൽസ് ആണ് സ്നേക്സ്, അവരുടെ മുകളിലാണ് ഹോക്ക്. അപ്പോൾ ഇവിടെ ഓരോ ലെവലിനെ പറയുന്ന പേരാണ് ട്രോഫിക് ലെവൽ. ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷനാണ് അല്ലേ. ഇവരെല്ലാം ഒന്നൊന്നിനെ കഴിക്കുന്ന എന്തിനാണ്? ന്യൂട്രീഷന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രോഫിക് ലെവൽസ് എന്ന് പറയുമ്പോൾ ഒരു തന്നിരിക്കുന്ന ഫുഡ് ചെയിനിൽ എത്ര അംഗങ്ങളുണ്ടോ അതാണ് ട്രോഫിക് ലെവൽ. ഇവിടെ ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1, 2, 3, 4, 5 ഈ ഒരു ഫുഡ് ചെയിനിൽ 5 ട്രോഫിക് ലെവൽസ് ആണ് ഉള്ളത്. അതിൽ പ്ലാന്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? കൺസ്യൂമേഴ്സ് ആണ് അല്ലേ. ഈ കൺസ്യൂമേഴ്സിൽ ആദ്യത്തെ ഗ്രാസ് ഹോപ്പർ ഹെർബിവോർ ആണ്, സസ്യഭോജി അല്ലേ. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കാർണിവോർസ് ആണ്. അപ്പോൾ ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക്. അതിൽ ഗ്രാസ് ഹോപ്പർ വരുമ്പോൾ എന്താണ്? പ്രൈമറി കൺസ്യൂമർ, ഫ്രോഗ് സെക്കൻഡറി കൺസ്യൂമർ, സ്നേക്ക് ടേർഷ്യറി കൺസ്യൂമർ, ഹോക്ക് ക്വാട്ടർണറി കൺസ്യൂമർ. ഇനി ഈ ടേർഷ്യറി എന്ന് പറയുമ്പോൾ ഇത് ടേർഷ്യറി കൺസ്യൂമർ ആണെങ്കിൽ ഏത് ട്രോഫിക് ലെവലാണ്? 4th ട്രോഫിക് ലെവലാണ്. കാരണം നമ്മൾ ട്രോഫിക് ലെവലിലെ പ്രൊഡ്യൂസർ പ്ലാന്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ വരുമ്പോൾ പ്ലാന്റിനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. അത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ ട്രോഫിക് ലെവൽസിന്റെ പ്രത്യേകതകൾ നോക്കാം ഒരു ഫുഡ് ചെയിനിൽ. അതായത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി. നമ്മുടെ സണ്ണിൽ നിന്നാണ് അൾട്ടിമേറ്റ് ആയിട്ട് എനർജി വരുന്നത്. ഈ എനർജി ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. ഈ ലൈറ്റ് എനർജിയെ ക്യാപ്ചർ ചെയ്തിട്ട് അവർ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, കെമിക്കൽ എനർജി. അത് ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഹെർബിവോർ. എനർജി ഹെർബിവോറിലേക്ക് പോകുന്നു, അതിന്ന് ഫ്രോഗിന് കിട്ടുന്നു. ഫ്രോഗിനെ കഴിക്കുന്നത് വഴി സ്നേക്കിന് കിട്ടുന്നു, സ്നേക്കിനെ കഴിച്ചാൽ മാത്രം അത് ഹോക്കിനും കിട്ടുന്നു. അപ്പോൾ ഫുഡിൽ കൂടിയാണ് ഈ എനർജി പാസ് ചെയ്യുന്നത്. ഇതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. കാരണം നമുക്കൊരിക്കലും ഈ ഫ്രോഗിനെ ഗ്രാസ് ഹോപ്പറിന് കഴിക്കാൻ പറ്റില്ല എനർജി കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഗ്രാസിന് ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഈ എനർജി ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതാണ് ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി ഹാപ്പൻസ് ഇൻ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൽ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മാത്രമേ എനർജി ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഇനി രണ്ടാമത് പറയുന്നത് 1% ലോ ആണ്. സൂര്യനിൽ നിന്ന് ധാരാളം സൂര്യപ്രകാശം പ്ലാന്റ്സിന് ലഭിക്കുന്നുണ്ടെങ്കിലും അതിലെ 1% മാത്രം ഉപയോഗിക്കാനേ പ്ലാന്റ്സിന് കഴിയുള്ളൂ. ഇപ്പോൾ ഫോട്ടോസിന്തസിന്റെ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള 1% മാത്രമാണ് പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ 1% ലോ എന്ന് പറയുന്നു. ഇനി നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് 10% ലോ. അതായത് ഒരു ഓർഗാനിസം ഇപ്പോൾ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിന് കുറേ എനർജി കിട്ടി. ആ എനർജി അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുമോ? ഇല്ല. ആ പ്ലാന്റ് ധാരാളം എനർജി റെസ്പിറേറ്ററി ലോസ് ആയിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതായത് ഹീറ്റിന്റെ ഫോമിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഗ്രോത്തിനും അതിന്റെ റീപ്രൊഡക്ഷനും വേണ്ടി ഉപയോഗിക്കും, അതിന്റെ ലൈഫ് പ്രോസസ്സിന് ഉപയോഗിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഏകദേശം ഒരു 10% മാത്രമാണ് അത് അതിന്റെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോർ ചെയ്ത ഫുഡ് മാത്രമേ ഈ പ്ലാന്റിനെ കഴിക്കുന്നത് വഴി ഗ്രാസ് ഹോപ്പറിന് കിട്ടുന്നുള്ളൂ. അവിടെ ആ ഗ്രാസ് ഹോപ്പർ കിട്ടുന്ന എനർജി വീണ്ടും റെസ്പിറേറ്ററി ലോസ് ഉണ്ട്, ഹീറ്റ് ലോസ് ഉണ്ട്, അതിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ വെറും 10% മാത്രമേ ബോഡിയിൽ സേവ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഫ്രോഗ് ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുമ്പോൾ അതിന്റെ 10% കിട്ടുന്നുള്ളൂ. സ്നേക്കിന് അതിനും കുറവായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഗ്രാസിന് 10,000 ജൂൾ ഓഫ് എനർജി കിട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗ്രാസ് ഹോപ്പറിൽ എത്രയായിരിക്കും? 10% ഓഫ് 10,000. അപ്പോൾ 10% എന്ന് പറയുന്നത് 10/100, അതായത് ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു 10,000 ചെയ്താൽ ഒരു 0 കളഞ്ഞാൽ മതി, 1000 ജൂൾ എന്ന് കിട്ടും. ഓരോ ലെവലിലും ഒരു 0 കുറയും. അടുത്ത എങ്ങനെ വരും? 100 ജൂൾ അല്ലേ.
സ്നേക്കിലാവുമ്പോഴോ 10 ജൂൾ. ഹോക്കിന് വരുമ്പോൾ 1 ജൂൾ മാത്രമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ എത്ര കുറവാണെന്ന് നോക്കൂ. പ്ലാന്റ്സിൽ 10,000 ജൂൾസ് ഉണ്ടായിരുന്നു, ഒരു ഹോക്കിന് ലഭിക്കുന്നത് വെറും 1 ജൂളാണ്. ഈ ഒരു ലോയെ പറയുന്ന പേരാണ് 10% ലോ. ഇനിയുള്ളത് നമ്മുടെ നമ്പറാണ്. ഇവിടെ ഈ എനർജി കുറഞ്ഞ് വരുന്നതുകൊണ്ട് ഇതിന് അപ്പുറത്ത് മറ്റൊരു ട്രോഫിക് ലെവൽ വന്നാൽ അതിൽ 0.1 കാണുള്ളൂ. അത് വളരെ കുറവാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫുഡ് ചെയിനിന്റെ ലെവൽ എന്ന് പറയുന്നത് 3, 4, മാക്സിമം 5 ട്രോഫിക് ലെവൽ വരെ വരാറുള്ളൂ. അത് കാരണം ഇതാണ്, എനർജി കുറഞ്ഞ് വരുന്നതുകൊണ്ട്. പിന്നെ ഉള്ളത് മെമ്പേഴ്സിന്റെ നമ്പറാണ്. ഇവിടെ നോക്കൂ, ഒരു ഗ്രാസിന്റെ എണ്ണം എപ്പോഴും വളരെ കൂടുതലായിരിക്കും അല്ലെ. ഒരു ഫോറസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മില്യൺസ് ഓഫ് പ്ലാന്റ്സ് കാണും, പക്ഷെ അവിടെ എത്ര ടൈഗർ അല്ലെങ്കിൽ ലയൺ അല്ലെങ്കിൽ ഈഗിൾ കാണും? വളരെ കുറവ്. 2, 3, 4 മാത്രമേ ആ എൻറ്റയർ ഫോറസ്റ്റിൽ കാണുള്ളൂ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ 10% ലോ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഫുഡ് ചെയിനിനെ കുറിച്ച്. ഇനി ഈ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് യഥാർത്ഥത്തിലില്ല. കാരണം ഇവിടെ ഗ്രാസ് ഹോപ്പർ മാത്രമേ കഴിക്കാവുന്നില്ല, മറ്റേതൊരു ഹെർബിവോറിനും ഗ്രാസിനെ കഴിക്കാം. അതുപോലെ ഈ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാൻ ഫ്രോഗിന് കഴിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ബേർഡിന് കഴിക്കാം, വേറെ ഏതെങ്കിലും ആനിമലിനും കഴിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ളത് എന്താണ്? ഫുഡ് വെബാണ്. ഫുഡ് വെബാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫുഡ് വെബ് എന്ന് പറയുന്നത് സീരീസ് ഓഫ് ഇന്റർകണക്റ്റഡ് ഫുഡ് ചെയിൻ ആണ്. അതായത് കുറേ ഫുഡ് ചെയിൻ ഇന്റർകണക്ട് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഫുഡ് ചെയിനിൽ എന്തുണ്ട്? ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി ഉണ്ട്, 10% ലോ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു സംഭവമുണ്ട്. അതിന്റെ പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. നിങ്ങൾ മാഗ്നിഫിക്കേഷൻ ഫിസിക്സിൽ പഠിച്ചല്ലേ? ലെൻസ് മിററൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. അതെങ്ങനെയാ? എത്ര വലുതാകുന്നു അല്ലെങ്കിൽ എത്ര ചെറുതാകുന്നു എന്നതിനെയാണ് നമ്മൾ മാഗ്നിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ലെൻസ് ഉപയോഗിച്ച് ഞാൻ മാഗ്നിഫൈ ചെയ്യുമ്പോൾ 10 ടൈംസ് വലുതായിട്ട് അല്ലെങ്കിൽ 100 മടങ്ങ് വലുതായിട്ട് കാണുന്നു. അതാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കെമിക്കൽസ് ആണ്. നമ്മളിപ്പോൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്ലാന്റിൽ പറ്റിപ്പിടിക്കും അല്ലേ, അല്ലെങ്കിൽ പ്ലാന്റ് വലിച്ചെടുക്കും. ഈ പ്ലാന്റിൽ നിന്ന് അത് ഗ്രാസ് ഹോപ്പറിലേക്ക് എത്തും. ഗ്രാസ് ഹോപ്പർ കഴിക്കുമ്പോൾ അത് ഗ്രാസ് ഹോപ്പറിന്റെ ശരീരത്തിൽ അതേപോലെ അടിഞ്ഞിരിക്കും. അടുത്ത ഫ്രോഗ് കഴിക്കുമ്പോഴോ അത് വീണ്ടും ഫ്രോഗിന്റെ ശരീരത്തിലേക്ക് പോകും. അങ്ങനെ ഓരോ ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോഴും ഈ ഒരു കെമിക്കലിന്റെ അളവ് കൂടി വരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രീൻ റവല്യൂഷന് സമയത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചൊരു പെസ്റ്റിസൈഡ് ഉണ്ട്, DDT. അതൊരു നോൺ ബയോഡിഗ്രേഡബിൾ പെസ്റ്റിസൈഡാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ടാൽ അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനും പറ്റില്ല, എക്സ്ക്രീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു കാരണവശാലും അത് യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ചോറ് കഴിച്ചു, അതിൽ കീടനാശിനി ഉണ്ടായിരുന്നു, നാളെയും ഞാൻ കഴിക്കുന്നു, മറ്റന്നാളും കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എവിടെ വരുന്നു? നമ്മുടെ ശരീരത്തിൽ അടിയുന്നു. അപ്പോൾ ഇതൊരു കോഴിയാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കുക. 10 ദിവസം ഇത് കഴിക്കുമ്പോൾ ഓരോ ദിവസവും ചെറിയ തോതിലാണെങ്കിൽ അത് ആ കോഴിയിൽ അക്യുമുലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു കോഴിയെ ഞാൻ പിറ്റേ ദിവസം കറി വെച്ച് കഴിച്ചാൽ അത്രയും കെമിക്കൽ ഒറ്റയടിക്ക് എൻ്റെ ശരീരത്തിൽ വരുന്നു. ഇതുപോലെ അടുത്ത ആഴ്ചയും ഞാനൊരു കോഴിയെ കഴിക്കുന്നു, അതിനടുത്ത ആഴ്ചയും. അപ്പോഴെല്ലാം ഈ കെമിക്കൽസ് എൻ്റെ ശരീരത്തിൽ വരികയാണ്. അപ്പോൾ ട്രോഫിക് ലെവൽ മുകളിലോട്ട് പോകും തോറും എനർജി കുറയുമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെന്തായിട്ട് വരും? കൂടി ഏറ്റവും ഹയസ്റ്റ് ട്രോഫിക് ലെവലിലുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യരെപ്പോഴും ഹയസ്റ്റ് ട്രോഫിക് ലെവലിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ മാഗ്നിഫിക്കേഷൻ്റെ ഇഫക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നത് ഹയസ്റ്റ് ട്രോഫിക് ലെവലുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഏതൊരു കെമിക്കലും ഒരു ഫുഡ് ചെയിനിൽ എൻ്റർ ചെയ്താൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഓരോ ട്രോഫിക് ലെവലിലും കൂടി വരുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.